വൈപ്പിൻ കാളമുക്കിലെ റോഡിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഈ മീൻ വിൽപ്പന നടത്തിയിരുന്ന 5ഓളം കടകളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയത്. രാവിലെ മുതലാണ് ഈ കടകൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന അനധികൃതമായി കയ്യേറ്റം ചെയ്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന കടകളാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലം ജിഡയുടെ കൈവശമുള്ള സ്ഥലമാണ്. ജിഡയുടെ കൈവശമുള്ള ഈ സ്ഥലത്ത് ഈ മീൻ തട്ടുകൾ ഇരുന്നത് കൊണ്ട് നമ്മൾക്ക് അങ്ങോട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് അപ്രോച്ച് റോഡ് റെഡിയാക്കുന്നതിന് സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിന് നോട്ടീസ് കൊടുത്തിരുന്നു. നോട്ടീസ് കൊടുത്ത് ഇവർ ഒഴിഞ്ഞു പോയില്ല. അപ്പം ഇത് ഒഴിവാക്കി തരുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്തിൽ കത്ത് കൊടുക്കുകയും ജിഡയ്ക്ക് കത്ത് കൊടുത്തു. അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു 2 മാസത്തിനേക്കാളധികമായി ഇവർക്ക് നോട്ടീസ് കൊടുത്തിരുന്നു ഒഴിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി. ഇതിന്റെ പിന്നിലായി ഒരു ലാൻഡിംഗ് ഏരിയ ഉണ്ടായിരുന്നു. ഈ മീൻ അതായത് ഈ മത്സ്യബന്ധനത്തിനായി പോകുന്നവരുടെ മീൻ വാങ്ങാൻ വരുന്നവരുടെ അടക്കം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലും അടക്കം ഈ തടസ്സം ഈ സ്ഥലത്ത് നേരിട്ടിരുന്നു. ഇതിന് തടസ്സമായി നിന്നിരുന്നത് ഈ കട തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പൊളിച്ചു നീക്കുന്നത് എന്നാണ് ഈ അധികൃതർ പറയുന്നത്. 2018 മുതൽ ഹാർബർ വികസനത്തിനായി ഈ നബാർഡിന്റെ പട്ടികയിൽ ആദ്യം തന്നെ ഇടം പിടിച്ചിരുന്ന ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ ഈ കടകൾ എതിരെ നിന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ പദ്ധതി നടപ്പാക്കാൻ സാധിക്കാതെ പോയത് എന്നാണ് പറയുന്നത്. ഇതിനെതിരെ ഈ കടകൾ പൊളിച്ചു നീക്കരുത് എന്നാവശ്യപ്പെട്ട് ഈ കടയുടെ ഉടമസ്ഥർ കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ അതിനെതിരെ ഈ ജിഡയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയെ സമീപിച്ചിരുന്നു. ഈ വികസനത്തിന് ഈ കടകളൊക്കെ തടസ്സമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് ഈ പൊളിച്ചു നീക്കുവാനായിട്ട് കോടതി അനുമതി നൽകുകയാണുണ്ടായത്. നിലവിൽ ഈ എളകുന്നപ്പുഴ പഞ്ചായത്തിന് കീഴിലാണ് ഈ സ്ഥലം ഉള്ളത്. ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെയും കാണാം, ഇപ്പോഴും ഈ ചെറുകിട മത്സ്യ കച്ചവടക്കാരൊക്കെ തന്നെയും ഇപ്പോഴും ഈ സ്ഥലത്ത് തുടരുകയാണ്. ഒഴിഞ്ഞു പോവില്ല എന്നൊരു ഭാഷയിൽ തന്നെയാണ് അവർ പറയുന്നത്. എവിടെ മാറാനാണ് ഇത്? കുറച്ച് മീനാണ് എടുത്ത് ഞങ്ങൾ കച്ചവടം ചെയ്യണത്. ഞങ്ങൾക്ക് നോട്ടീസ് ഒന്നും തന്നില്ല. ഇനി മരിച്ചാൽ ഇവിടെ കിടന്ന് മരിച്ചാൽ അത് ഞങ്ങൾ മാറിപ്പോകണ്ട, പോലീസുകാർ കൊണ്ടോട്ടെ, എന്നാലും ഞങ്ങൾ മാറില്ല. സർക്കാരിന് മാത്രം ഹാർബർ വികസനം നടത്തിയത് പോരാ. അതിനു മുമ്പ് 2 ഹാർബർ അവിടെ ഇവിടെ വികസനം റോഡ് കിടക്കലുണ്ട്. അത് സർക്കാരിന്റെ കണ്ണിൽ പെടില്ല. ആ വഴിയിൽ ഒരു വെട്ടമുണ്ട്, ഈ വഴിയിൽ ഒരു വെട്ടം. ഒന്നേ സർക്കാരിന്റെ കണ്ണിൽ ചെറുകിട മത്സ്യ കച്ചവടക്കാർ പറയുന്നത് ഇതിന്റെ ഓരത്തായിട്ട് നിരവധി വൻകിട മത്സ്യ വ്യാപാരം നടത്തുന്ന കടകളുണ്ട്. അവ ഉൾപ്പെടെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്നാണ് പറയുന്നത്. പക്ഷേ പഞ്ചായത്ത് അധികൃതർക്ക് പറയുന്നതും ഈ സ്വാഭാവികമായ ഒരു നടപടി മാത്രമാണ് ഇത് എന്നാണ് പറയുന്നത്. ഏതായാലും നിലവിൽ പ്രതിഷേധം കനക്കുകയാണ്. ക്യാമറമാൻ വിനു പാമ്പയ്ക്കൊപ്പം സ്നേഹ മുല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.